നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭർത്താക്കന്മാരുടെ ഉപദ്രവം കൊണ്ട് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരുന്നത് വീട്ടുകാർക്കാണ്. നിരവധി പേരാണ് ഇത്തരത്തിൽ കഷ്ടതയിൽ ജീവിക്കുന്നത്. സാന്റിയാഗോ പാരഡൈസ് ഹിൽ കമ്മ്യൂണിറ്റിയിലെ ഒരു വീട്ടിൽ ഒരു പുരുഷനും സ്ത്രീയും 3 കുട്ടികളും വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത. മറ്റുള്ളവരെ വെടിവെച്ച ശേഷം പിതാവ് ആത്മഹത്യ ചെയ്തതാകാം എന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. നവംബർ 16 ശനിയാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നത്. സംഭവം പറഞ്ഞ് പോലീസ് വീട്ടിലെത്തിയപ്പോൾ സ്ത്രീയും പുരുഷനും ഒരു കുട്ടിയും വീട്ടിൽ മരിച്ച നിലയിൽ ആയിരുന്നു. മറ്റു 3 കുട്ടികളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 2 പേരും പിന്നീട് മരിക്കുകയും ചെയ്തു. ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. ഒരു വീട്ടിൽ ഒരു പുരുഷനും സ്ത്രീയും 3 കുട്ടികളും വെടിയേറ്റ് മരിച്ച നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റുള്ളവരെ വെടിവെച്ച ശേഷം പിതാവ് ആത്മഹത്യക്ക് ശ്രമിച്ചത് തന്നെയാകാം എന്ന് തന്നെയാണ് പോലീസിന്റെയും പ്രാഥമികമായ നിഗമനം. മാതാപിതാക്കളായ സബ്രീന, ഇവർക്ക് 29 വയസ്സാണ്. വാൽസിവ്യ, ഇദ്ദേഹത്തിന് 31 വയസ്സാണ്. മക്കളായ NC, വെറും 3 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് അദ്ദേഹം. സുറിൽ 5 വയസ്സ്, സെയ്ത്തിന് 11 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. 9 വയസ്സുള്ള കുട്ടി ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ്. കൊല്ലപ്പെട്ട ഭാര്യ സബ്രീന ഭർത്താവ് ഒസൈക്കെതിരെ കോടതിയിൽ നിന്നും റിസ്ട്രെയിൻ ഓർഡർ വാങ്ങിയിരുന്നു. 2 ആഴ്ച മുമ്പ് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പോലീസ് ഈ വീട്ടിൽ എത്തുകയും ചെയ്തിരുന്നു. വിവാഹമോചനവുമായി ബന്ധപ്പെട്ടാകാം ഈ സംഭവം എന്നാണ് ഇപ്പോൾ കരുതാനാവുക. അപ്പോൾ തീർച്ചയായും കുടുംബ പ്രശ്നം തന്നെയാണ് ഇതിന് മരണ കാരണമെന്നും നമുക്കിപ്പോൾ അനുമാനിക്കാം. അങ്ങ് അമേരിക്കയിൽ മാത്രമല്ല, കേരളത്തിലും ഇത്തരം ആക്രമണ രീതി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് കോട്ടയം ജില്ലയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവിന്റെ തലക്കടിയേറ്റ് മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയും കുട്ടിയും അതീവ നിലയിൽ തന്നെ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പീരുമേട് ഊട്ടിക്കൽ സുരേഷിന്റെ ഭാര്യ മേഴ്സിയാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇരയായത്. ഇവർക്ക് 40 വയസ്സാണ്. മാത്രമല്ല, മകൾ മെർലിനും ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് ഇരയായി. ട്രോമ കെയർ യൂണിറ്റിൽ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവർ കഴിയുന്നത്. മേഴ്സിയുടെ നെറ്റിയുടെ മേൽഭാഗം മുതൽ തലയുടെ പിൻഭാഗം വരെ 38 സ്റ്റിച്ച് ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഞെട്ടിക്കും. മെർലിന്റെ തലയുടെ പിൻഭാഗത്തുള്ള അടിയും ഗുരുതരമാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞുവെങ്കിലും ആരോഗ്യനിലയിൽ യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് വീട്ടിൽ വെച്ച് തന്നെയാണ് ഈ സംഭവം നടന്നത്. പാല മേലുങ്കാവ് സ്വദേശിയായ മേഴ്സിയുടെ ഭർത്താവ് സുരേഷ് പാറമട തൊഴിലാളിയാണ്. പ്രണയവിവാഹിതരായ ഇവർക്ക് മെർലിൻ, ഷെർലിൻ എന്നിങ്ങനെ 2 മക്കളുണ്ട്. 1.5 വയസ്സുള്ള കുട്ടിയെ ബൈക്കിലിരുത്തി തള്ളിയിട്ട് അപകടപ്പെടുത്തിയതടക്കം കുടുംബ വഴക്കിന്റെ പേരിൽ നിരവധി കേസുകൾ സുരേഷിന് എതിരെ നിലനിൽക്കുന്നുണ്ട്. മർദ്ദനത്തെ സഹികെട്ടതിനെ തുടർന്ന് മേഴ്സിയെ സുരേഷിന്റെ പിതൃ സഹോദരി താമസിക്കുന്ന ഉപ്പുതറ വളവുകോടിന് കൊണ്ടുപോയിരുന്നു. മേഴ്സി കൂലിപ്പണി ചെയ്താണ് മക്കളെ പഠിപ്പിക്കുന്നത്. അതായത് ഭർത്താവ് ചിലവിന് കൊടുക്കില്ല എന്ന് സാരം. 5 വർഷം മുമ്പ് പാറമടയിൽ ജോലി ചെയ്യുമ്പോൾ സുമേഷിന്റെ കൈക്ക് പരിക്കേറ്റതിനെ തുടർന്ന് ബന്ധുക്കൾ ഇടപെട്ട് ഭാര്യയ്ക്കൊപ്പം വീണ്ടും താമസിപ്പിച്ചിരുന്നു. 1 വർഷം മുമ്പ് വീണ്ടും മർദ്ദനം പതിവായതോടുകൂടി മേഴ്സി കുടുംബ കോടതിയിൽ പരാതി നൽകുകയായിരുന്നു. ഇതിനിടയിലാണ് ശനിയാഴ്ച രാവിലെ ഇത്തരത്തിലൊരു ക്രൂരമായ ആക്രമണം, അതായത് മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം നടന്നത്. അതിനുശേഷം പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പീരുമേട് സബ് ജയിലിൽ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഭർത്താക്കന്മാരുടെ ഇത്തരത്തിലുള്ള ക്രൂരത മൂലം ഏറെ കഷ്ടപ്പെടുന്നത് വീട്ടിൽ സമാധാനവും ശാന്തിയും വേണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ഭാര്യമാരും അതുപോലെ തന്നെ മക്കളുമാണ്. അതിൽ ചെറുപ്രായത്തിലുള്ള പിഞ്ചോമനങ്ങളും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറെ ദാരുണമായ സംഭവം. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.